ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞങ്ങളുടെ അല്ലൂസിൻ്റെ ഒന്നാം പിറന്നാളാണ്. പക്ഷേ നാളെ വെച്ചിട്ടുള്ള പിറന്നാളാണ്. ബർത്ത്ഡേ വേറെ ദിവസമായിരുന്നു, നാളെ വെച്ചിട്ടുള്ള പിറന്നാളാണ്. അപ്പം ഞങ്ങൾ ഇന്ന് അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. അമ്പലത്തിൽ പോയിട്ട് നമുക്ക് ഒരു തുലാഭാരമൊക്കെ നടത്താനുണ്ട്. അപ്പോൾ അതൊക്കെ നടത്താം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരുനക്കര അമ്പലത്തിലോട്ടാണ് പോകുന്നത്. തിരുനക്കരപ്പൻ്റെ അടുത്ത് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പം അവിടെ ഞങ്ങൾ തുലാഭാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ സാധനം കൊണ്ടുവരണോ വേണ്ടിയോ എന്നൊക്കെ. അപ്പം അവർ കൊണ്ടുവരണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇളനീരൊക്കെ മേടിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. തുലാഭാരമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉപദേവതകളെല്ലാം തൊഴുത് അകത്ത് കയറി വീണ്ടും നമ്മൾ തൊഴുതിട്ട് പുറത്തിറങ്ങിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുറത്തെല്ലാം തൊഴുത് ചുറ്റമ്പലമെല്ലാം ചുറ്റി ഞങ്ങൾ ആനയെ കാണാൻ വേണ്ടിയിട്ട് പോയി. ആനയെ കാണുന്നത് വലിയ ഇഷ്ടമാണ്. ആനയൊക്കെ കണ്ട് അങ്ങനെയൊക്കെ നടക്കും. അങ്ങനെ എപ്പോഴും നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് വിട്ട് കഴിഞ്ഞാൽ സത്യം അങ്ങ് നടക്കാൻ വേണ്ടി പിന്നെ എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല. പിന്നെ അങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നേ. നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണുമ്പോൾ നല്ല സന്തോഷമായി. കാരണം അവൾ നടന്ന് തുടങ്ങിയതേ ഉള്ളൂ. പറഞ്ഞാൽ ഒരു 11 മാസമെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ നല്ലാണ്ട് നടക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പം അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒത്തിരി സ്ഥലമൊക്കെ ഉള്ളപ്പം ഇങ്ങനെ നടക്കാം, റോഡ്. അപ്പം അത് നമുക്ക് കാണുന്ന സന്തോഷമാണ്. അപ്പം അത് കാരണം നടക്കാൻ ഞങ്ങൾ സമ്മതിക്കും കേട്ടോ. അവൾ നടക്കും. അങ്ങനെ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല. പിന്നെ കയ്യും പിടിച്ച് ഇങ്ങനെ നടക്കും. നമുക്ക് കാണുമ്പോഴാണെങ്കിലും നല്ല സന്തോഷമാണ് അവളിങ്ങനെ നടക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. ചെരുപ്പ് അങ്ങനെ ഇട്ട് കൊടുക്കത്തില്ല. പക്ഷെ പുറത്ത് ഇപ്പോൾ അമ്പലത്തിനകത്ത് കാരണം ഓൾറെഡി ചെരുപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും പുറത്തൊക്കെ നടക്കുമ്പോഴാണെങ്കിലും ചെരുപ്പ് അങ്ങനെ നല്ലൊരു സ്ഥലമൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെരുപ്പ് അങ്ങനെ യൂസ് ചെയ്യാറില്ലേ. കാരണം കുഞ്ഞുങ്ങളിങ്ങനെ മണ്ണിലൊക്കെ നടക്കണം എന്നാണ് ഡോക്ടേഴ്സ് ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവൾക്കാണെങ്കിലും നല്ല ഇഷ്ടമാണ് നടക്കാൻ വേണ്ടിയിട്ട്. അവളിങ്ങനെ കൈയും പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് വലിയ ഇഷ്ടമാണ്. നമുക്ക് അത് കാണുമ്പോൾ ഭയങ്കര രസമാണ്. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്നല്ലേ പിള്ളേർ വളരുന്നേ. അപ്പം ഇനി അങ്ങ് ഓടി നടക്കുമോ, നമ്മുടെ കൈയൊന്നും പിടിക്കാതെ ഇനിയിപ്പോൾ അങ്ങ് ഓടി നടക്കുമല്ലോ. കൈയൊക്കെ പിടിച്ച് നടക്കുന്നത് കുറച്ച് നാളല്ലേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അപ്പം ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ നമ്മൾ മണ്ണിലൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ചൂടുണ്ട്, നല്ല വെയിലുള്ള സമയമായിരുന്നു. അപ്പം അതിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നടന്ന് പിന്നെ ഞങ്ങൾ ആനയെ കാണാനെത്തി. പിന്നെ ആനയെ കാണുവാണ്. ആനയെ കണ്ടുമ്പോഴത്തേക്ക് അലീസിനെ കാണുമ്പോൾ ആന ഇങ്ങനെ ആടുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ തിരുനക്കര ശിവൻ ഇങ്ങനെ ആടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കണ്ട തുമ്പിക്കൈയൊക്കെ വെച്ചിട്ട് അവൾ വിളിക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് തോന്നുന്നേ. ഇങ്ങനെ നല്ല രസമായിട്ടൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിലും വഴിയെല്ലാം നടക്കുമായിരുന്നു, ഇങ്ങനെ നടക്കുമായിരുന്നു. അനീസിൻ്റെ ഈ ഉടുപ്പ് ഞാനാണ് തയ്ച്ചത്. കാരണം എൻ്റെ ഉടുപ്പിന് മാച്ചായിട്ട് ഞാൻ തയ്ച്ചു കൊടുത്തൊരു ഉടുപ്പാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. നമ്മൾ ചെറിയൊരു സ്റ്റിച്ചിങ് യൂണിറ്റൊക്കെ തുടങ്ങുന്നുണ്ട്. ഓൾറെഡി നമുക്കുണ്ട്. നമ്മൾ ചെറുതായിട്ടൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പ്രഗ്നൻസി ഒക്കെ ആയതുകൊണ്ട് നമ്മളതങ്ങ് പ്രഗ്നൻസിയും കുഞ്ഞൊക്കെ വന്നതൊക്കെ കൊണ്ടും പിന്നെ വീട്ടിലെ കുറച്ച് സാഹചര്യങ്ങളെല്ലാം കൊണ്ട് നമ്മളങ്ങനെ ചെയ്യാതൊക്കെ ഇരിക്കുമായിരുന്നു.
നമ്മൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുഞ്ഞുവാവയുടെ ഉടുപ്പ് ഒക്കെ നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്തിടുന്നുണ്ട്. അപ്പം ഈ ഉടുപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയണേ. ആർക്കെങ്കിലുമൊക്കെ ചെയ്ത് തരണമെങ്കിൽ ഞാൻ DM-ൽ അതായത് നമ്മുടെ കമൻറ്റിൽ പറയുക, എന്തെങ്കിലും ചെയ്താൽ മതി. നമ്മൾ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാം കേട്ടോ. താല്പര്യം ഉണ്ടോയെന്ന് അറിയാതെ നമുക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ അമ്പലത്തിന് ചുറ്റും ഒത്തിരി നേരം നടന്നു. നമ്മൾ അവിടുന്ന് പോരുന്നേ ഇല്ലായിരുന്നു, കുറേ നേരം നടന്നായിരുന്നു. അതിൻ്റെ ഇതിലെല്ലാം നടന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെടുക്കാനൊന്നും സമ്മതിക്കുന്നുമില്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയായിരുന്നു. പിന്നെ അല്ലൂസിന് ചെറിയ സമ്മാനം മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഭീമയിലോട്ട് പോയി. ചെറിയൊരു കൊലുസൊക്കെ വാങ്ങിച്ചു കൊടുത്തത്. കിളിക്കുന്ന ഭയങ്കര മണിയുള്ള കൊലുസില്ലേ, അതാണ് അല്ലൂസിന് വാങ്ങിച്ചു കൊടുത്തത്. അവിടുത്തെ സ്റ്റാഫ് കിട്ടു കൊടുത്തിട്ട് കൊല്ലുകൊണ്ട് സന്തോഷമായ ഇങ്ങനെ കിളിക്കുന്ന അതിനെപ്പോഴെല്ലാം ഓടി നടക്കുമായിരുന്നു. ഇതിനെ കൂടെ എല്ലാം ഓടി നടക്കുമായിരുന്നു. അതിങ്ങനെ കിളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിട്ട് അതുകൊണ്ടാണ് കിളിക്കുന്നത്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അവിടെ നിന്നിട്ട് ഓടി 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 നടക്കുമായിരുന്നു. അതിനെ കൂടെ മുഴുവനും നല്ല രസമായിരുന്നു നടത്താൻ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ വിളിച്ചിട്ടൊന്നും വരുന്നില്ല. അവളുടെ അച്ഛൻ എടുത്തുകൊണ്ട് പോരുമായിരുന്നു. അവളോടുവാ ഓടി അതേട്ടാ ഓടിപ്പോവാള്. പോരാൻ വിളിച്ചിട്ടൊന്നും പോരുന്നില്ലായിരുന്നു. പിന്നെ ഭീമേന്ന് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു കേട്ടോ. അല്ലൂസിൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ തന്നെ പിറന്നാളാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. ഒരു ബർത്ത്ഡേ കപ്പ്, നമ്മുടെ ടീ കപ്പ്, കോഫി കപ്പൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു കപ്പ്. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നെ അല്ലൂസിൻ്റെ പിറന്നാൾ സദ്യയൊക്കെ ഉണ്ടാക്കി. അല്ലൂസിന് നമ്മൾ സദ്യ കൊടുക്കാൻ വേണ്ടിയിട്ട്, 1 വയസ്സാണെങ്കിലും അവൾ വാരി കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സദ്യ വിളമ്പി സദ്യ കൊടുക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം ഞാൻ കുറച്ച് കറികളൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി അവൾക്കൂടെ കഴിക്കാൻ പറ്റണമല്ലോ. അപ്പോൾ ആ രീതിയിലത്തെ കറിയൊക്കെയാണ് ഉണ്ടാക്കി. അവൾക്ക് ഒരു ഇച്ചിരി കൊടുക്കുന്നുള്ളൂ. എരിവൊന്നും വലിയതായിട്ട് കൊടുക്കാതെ. അവൾക്ക് മോരും തൈരും ഒക്കെ വലിയ ഇഷ്ടമാണ്. അപ്പം അത് വെച്ചിട്ട് തൈര് ഞാൻ സെപ്പറേറ്റ് എടുത്ത് കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അതാണ് വലിയ ഇഷ്ടം. തൈര് വലിയ ഇഷ്ടമാണ്. ചോറ് പിന്നെ പച്ചച്ചോറ് ഇങ്ങനെ വാരി കഴിക്കാനും ഒക്കെ ഇഷ്ടം. അങ്ങനെ അല്ലൂസിൻ്റെ പിറന്നാൾ സദ്യ അല്ലൂസ് ഉണ്ണാൻ പോവാണ്. ഒന്നാമത്തെ പിറന്നാൾ സദ്യ അല്ലൂസ് ഉണ്ണാൻ പോവാണ്. എനിക്കിതൊക്കെ ഭയങ്കര എക്സൈറ്റിങ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത്, ഇതൊക്കെ കാണുന്നത്. നാളെ ഇപ്പോൾ 2 വയസ്സായാലും ഈ 1-ാം വയസ്സിൻ്റേത് നമുക്ക് അത്രയും സ്പെഷ്യലല്ലേ. അപ്പം അതൊക്കെ ഇങ്ങനെ കാണാനും ഒക്കെ ഇഷ്ടമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പം കുറച്ചുകൂടെ വലുതാവുമല്ലോ 2-ാം വയസ്സിൽ. അപ്പോൾ ഈ 1-ാം വയസ്സിൽ അത്രയും കുഞ്ഞിലേ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാമല്ലോ. പിന്നെയാണേലും പിറന്നാൾ സദ്യയിൽ ഞാൻ വാരി കൊടുത്തു. ഇനി അച്ഛൻ വാരി കൊടുക്കും. എന്നിട്ട് അവൾ താനേ വാരി കഴിക്കും കേട്ടോ. ഞങ്ങൾ എന്ത് ചോറൊക്കെ ഉണ്ണട്ടെ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തി സ്നേഹാദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ
നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ದಾನಿ ದಾಬ ಮಬದನಿ ದಾಬ ಮಗರಿ ಗಮ ಪದನಿ ಸರಿ ಮಗರಿ ಧನಿ ದಬ ಮಗರಿ ಗಮ್ಮ ಪದ ದಿ ಗಮ್ಮ ಪನಿ ಸರಿ ಗಮ್ಮ ಪಕ್ಕಾಲ ಸರಿ ಗಮ ಪ ಧನಿ ದಬದ ಧನಿ ಗರಿ ತಿರ ಮಗರಿ ಸರಿ ಗಮ ದಿ ಗಮ ಪ ಗಮ ಪದ ಮಬದನಿ ಗರಿ ತಿರ ಸರಿ ನಿರ ದಬ ಗರಿ ತಿರ ಸರಿ ನಿರ ದಬ ಗರಿ ನಿರ ಧನಿ ನಿರ ದಬ ಗರಿ ಧನಿ ದಬ ಸರಿ ಗಮ ಪದ ಗಮ ಪದ ಗಮ ಪದ ನಿ ಗರಿ ಧನಿ ಧರಿ ಧನಿ ದಬ ಧನಿ ದಬ ದ ದಿ ಗಮ ಪದ ದಿ ಗಮ ಪನಿ ಸರಿ ಗಮ ಪಕ್ಕಾಲ. പ്ലാവില പൊൻതളികയിൽ പാൽ പായസച്ചോറുണ്ണുവാൻ പിന്നെയും പൂം പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളി പൂമ്പിൽ ചെറുതുമ്പിയായി തേടുന്നുവാൻ കാറ്റിനോ. അങ്ങനെ അല്ലൂസിൻ്റെ പിറന്നാൾ സദ്യ എല്ലാ അല്ലൂസ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലൂസിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.